എല്ലാവർക്കും അമ്മു സനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൂള കിട്ടി ഇത്തിരി. അപ്പോൾ അതുകൊണ്ട് മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ പൂളയും മുട്ടയും മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് ചായക്ക് ഞാനിന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു പലഹാരം കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കലക്കണേ. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് പാകത്തിലുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പകുതി മിക്സാക്കിയ ശേഷം ഉള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഈസായി അരിഞ്ഞതാണ്. ഇതൊന്ന് ഇതിലേക്ക് തട്ടുക. ഇതിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് പാകത്തിന് മിക്സ് ആയിട്ടുണ്ട്. ഇനി പൂള വെന്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണി. പൂള വേവട്ടെ. അപ്പോൾ അത് പൂള അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വെന്തിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വെള്ളത്തിൽ വേവിക്കണത്. അപ്പം ഇനി അത് വെന്ത് വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണി. അപ്പോൾ തീയൊക്കെ ഞാൻ കത്തിച്ചു. ഇതാ പാത്രം വെച്ചിട്ടുണ്ട്, നമ്മുടെ കടായി വെച്ചിട്ടുണ്ട്. ഇനി ചൂടാവട്ടെ എന്ന് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ മുട്ട ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ പൂളേൻ്റെ അളവും കൂടി നോക്കിയിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം ഞാൻ ഫുള്ളിലാണ് കേട്ടോ വെച്ചത്. ചൂടായി തുടങ്ങിയില്ലേ? നല്ലോണം ചൂടാവട്ടെ. അപ്പോഴേക്കും ഞാൻ അതൊന്നും കൂടി ഇങ്ങനെ കലക്കട്ടെ. നമ്മളത് കലക്കിയതാണ് കേട്ടോ. മുട്ടയും ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ടൊന്ന് കലക്കിയതാണ്. അപ്പോൾ ഞാൻ ഒഴിച്ച് ചേർക്കുകയാണ്. ഒന്ന് ഇതായനേരെ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കുക. ഇത് നല്ലോണം ആവുമൊന്നും വേണ്ട. ഇത് പകുതി ആയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പൂള അങ്ങനെ വെന്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രണ്ട് മിക്സാക്കുക. ഈ മുട്ട എല്ലാ ഭാഗത്തേക്കും എത്തണമെങ്കിൽ സിമ്മാക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി ആകെ കരിയും. ഇത് നല്ലോണം മിക്സാക്കി. ഇത് തണുക്കുമ്പോൾ അങ്ങോട്ട് കട്ട് ചെയ്ത് വരും കേട്ടോ. ഒന്ന് ചൂടാറിയിട്ട് കഴിച്ചാൽ മതി. അപ്പോഴേക്കത് പാകത്തിന് നല്ല കഴിക്കാൻ പാകത്തിനായിട്ട് വരും. ഈ മുട്ടയും പൂളയും ഒക്കെ പാടങ്ങനെ മിക്സാക്കിയിട്ട് ഇതിലിനി എണ്ണയൊന്നും ഒഴിക്കണ്ട. നമുക്ക് ക്യാമറ കൊണ്ട് കൊടുക്കണം.
ഇതിലിപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പൂള വേവിച്ചത്. പിന്നെ നമ്മൾ മുട്ടയിൽ അതിനാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനി തീയൊക്കെ ഒന്ന് ഓഫാക്കി തണുക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ തുറന്ന് വെച്ചാൽ മതി. ഒരിത്തിരി നേരം, ഒരു 10 മിനിറ്റ്. നല്ല തണുക്കൊന്നും വേണ്ട, ഒരു കുറച്ച് നേരം തണുത്താൽ നമുക്ക് കഴിക്കാൻ പാകമായി കേട്ടോ. അപ്പോൾ പൂളയും മുട്ടയും കൂടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു 4 മണി പലഹാരമാണ്. പിന്നെ ചായക്ക് റെഡിയാക്കിയതാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നല്ല രസമാണ്. പച്ചമുളക് ഇട്ടത് അനുവിനാണ് കേട്ടോ. അമ്മൂന് പച്ചമുളക് പറ്റില്ല, അപ്പോൾ അത് മാറ്റി പച്ചമുളകൊക്കെ അനൂസിന് കൊടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, കമൻറ്റ് കൂടെ അറിയിക്കണം കേട്ടോ.